ഒരു തർക്കത്തിൽ പോയിന്റ് സ്കോർ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ അത് നാട്ടിലുണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താന്നുള്ളത് കൂടി അദ്ദേഹം ഓർക്കേണ്ടതായിരുന്നു. കുറച്ചുകൂടി പക്വമായി ഇതുപോലുള്ള കാര്യങ്ങളെ സമീപിക്കാൻ അദ്ദേഹത്തിന് കഴിയണം. കേരളം ഇന്ന് ഒരു വണറബിൾ ടെറിട്ടറിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നൈജീരിയക്കാരടക്കം വന്ന് തമ്പടിച്ച് രാജ്യത്തേക്ക് കൊണ്ടുവരുന്ന ഡ്രഗ് വളരെ അനായാസം കേരളത്തിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുകയാണ്. കേരളം വലിയ ഒരു മാർക്കറ്റായി മാറുന്നു. മന്ത്രിക്ക് വേണമെങ്കിൽ ഒരു ഡിനായൽ മോഡില് കേരളത്തിലൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറയാം. ഒന്നില്ലെങ്കിൽ അവരെ ഫൈറ്റ് ചെയ്യാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ അവർക്ക് അനായാസം തുളച്ചു കയറാൻ കഴിയും. രണ്ട്, ഏറ്റവും അപകടകരമായ കാര്യം രാഷ്ട്രീയപരമായിട്ടുള്ള പാറ്റേണേജ് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള സംരക്ഷണം ഡ്രഗ് മാഫിയയ്ക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഇന്ന് വളരെ സീരിയസ് ആയി ഈ കേരള പൊതുസമൂഹത്തിന് മുമ്പിലും ഈ സർക്കാരിന് മുമ്പിലും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, കേരളത്തിന് ഇതുവരെ whether we could demonstrate sufficient political will to fight drug mafia എന്നുള്ളതാണ്. മറുവശത്ത് ഡ്രഗ് മാഫിയ മനഃപൂർവ്വം ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെ വിദ്യാർത്ഥി യുവജന സംഘടനയുമായി ചേർന്ന് നിൽക്കുന്ന ഭരണ പാർട്ടിയുടെ ആളുകളെ സ്വാധീനിച്ച് ഇവിടെ ഒരു പൊളിറ്റിക്കൽ പാറ്റേണേജ് ഉണ്ടാക്കുന്നു എന്നതാണ് ഏറ്റവും അപകടകരമായ കാര്യം.